ചുറ്റും മലനിരകളാണ്. നമ്മുടെ ഈ ക്വിന്റിൻ ടാറന്റീനോയുടെയൊക്കെ കൂടുതൽ സിനിമകളും ഈ കാലിഫോർണിയയിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു അല്ലേ? ഹോളിവുഡ് ഈസ് ഇൻ കാലിഫോർണിയ. നമ്മൾ മല കയറാൻ പോകണം. ലോസ് ഏഞ്ചൽസിൽ പോകുന്നതിന് മുമ്പ് ഒരു കുന്ന് കയറി ഇറങ്ങണം. ആണ് നല്ല മനോഹരമായ അതൊരു റിസോർട്ട് ഏരിയ. കണ്ടില്ലേ മനോഹരമായ കുന്നുകൾ ഇങ്ങനെ സൂര്യപ്രകാശത്തിൽ തിളങ്ങി നിൽക്കുന്നത്. ഇതല്ല ട്രക്കുകൾ വെയിറ്റ് എടുക്കുന്ന സ്ഥലങ്ങളാണ്. എല്ലാ ട്രക്കുകളും അവിടെ കയറും. തൂക്കിവിടും. മല കയറാൻ പോകും. ഇത് ക്യാമറ ഇങ്ങനെ ഷേക്ക് ചെയ്യുന്നത് ആക്ച്വലി കൈ വരയ്ക്കുന്നതല്ല കേട്ടോ. ഈ റോഡ് ഇത്തരം എന്തോ ഒരു ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട് റോഡിന് തന്നെ. അപ്പോൾ ആ താളത്തിലാണ് ഇതിങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പണ്ട് ദൂരദർശന് വേണ്ടിയിട്ടൊക്കെ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഞങ്ങൾ ഡാൻസിങ് ഫ്രെയിംസ് എന്ന് പറഞ്ഞിട്ട് ഷോ പ്ലാൻ ചെയ്തിരുന്നത് കേട്ടോ. ആക്ച്വലി ആ ഇഫക്റ്റാണ് അന്ന് ആലോചിച്ചിരുന്ന ആ ഫ്രെയിംസിൻ്റെ ഡാൻസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആണോ? അതാണ് എടുക്കുന്നത്. പറഞ്ഞത് ശരിയാണ് കേട്ടോ. നമ്മുടെ ഈ ലോസ് ഏഞ്ചൽസ് പോകുമ്പോഴുള്ള ഏറ്റവും ഭംഗിയുള്ള സ്ഥലം ഇതാണ്. അത് നമ്മളൊരു കറക്റ്റ് ടൈമിങ്ങിലിട്ട് എത്തുകയും ചെയ്തു. ഒരു സൺസെറ്റിനടുത്ത സമയം. ഇപ്പോൾ ദേ ഇവിടെ ഒരു 4:10 സമയം ആയിട്ടുള്ളത്. എനിക്കൊന്നൊരു 1 hour കൂടെ കഴിയുമ്പോഴും നല്ല രസമായിരിക്കും ആ ഒരു സൺസെറ്റിൻ്റെ സമയമൊക്കെ ആകുമ്പോഴേ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലും ഇപ്പോൾ റോഡുകൾ അത്ര മോശമൊന്നുമല്ല, നല്ലതൊക്കെ തന്നെയാണ്. എങ്കിലും ഒരു വ്യത്യാസം നമുക്ക് അവിടെ ഇല്ലാത്തതും ഇവിടെ ഉള്ളതുമായ ഒരു കാര്യം ഈ റെസ്റ്റ് ഏരിയകളാണ് കേട്ടോ. നമ്മളുടെ അവിടുത്തെ ഈ വലിയ റോഡുകളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴും നമുക്ക് അങ്ങനെ ഏതെങ്കിലും ഇപ്പോൾ ഒന്ന് മൂത്രമൊഴിക്കണമെന്നോ
അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഏതെങ്കിലും റെസ്റ്റോറൻറ്റുകളെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രധാന അവസ്ഥ. അല്ലാതെ ഇത് ഒരു മനുഷ്യൻ്റെ പ്രാഥമികമായ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി ഇത്തരത്തിലുള്ള റെസ്റ്റ് ഏരിയകൾ അറ്റ്ലീസ്റ്റ് ഈ ബൈപ്പാസിൻ്റെയൊക്കെ സൈഡിലും ഒന്നും സ്ഥാപിക്കാൻ നമ്മുടെ അധികാരികൾ ഇപ്പോഴും ശ്രമിക്കുന്നില്ല എന്നുള്ളത്. അല്ല, അത് നമുക്കവിടെ എക്സ്പ്രസ് ഹൈവേ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഈ പുതിയ എക്സ്പ്രസ് ഹൈവേ വരുമ്പം റെസ്റ്റ് ഏരിയാസ് ഉണ്ടാവും. അത് ഇൻ്റർനാഷണൽ കോഡാണ്, അങ്ങനെ വേണമെന്ന്. നമുക്ക് ഇത്രയും നാളും 4 വരി പാതയൊന്നും നമുക്കില്ലായിരുന്നു. 1 വരി പാത വരുമ്പോൾ അതുണ്ടാവും, ഉണ്ടാവണം. പിന്നെ ഇവിടെ ഏത് റെസ്റ്റ് റൂമിലും ഏത് റെസ്റ്റോറൻറ്റിലും ഏത് കടയിലും ഏത് ഗ്യാസ് സ്റ്റേഷനിലും റെസ്റ്റ് ഏരിയ ഉണ്ട്, ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അത് നോ പറയാൻ പാടില്ല നമ്മുടെ സിറ്റിയുടെ സ്റ്റേറ്റിൻ്റെ. ഈ തമ്പിച്ചേട്ടൻ ഈ മലകളുടെയും പൂക്കളുടെയൊക്കെ കാര്യം പറഞ്ഞപ്പോഴും ഒരു കാര്യം പറയാൻ തോന്നിയതാണ്. തമ്പിച്ചേട്ടനെ നിങ്ങൾ ഭൂരിപക്ഷം പേർക്കും അറിയാവുന്നത്, തമ്പി ആൻ്റണിയെ അറിയാവുന്നത് ഒരു ഫിലിം പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലായിരിക്കും. നമ്മുടെ ഈ കൽക്കട്ട ന്യൂസ്, എന്തെല്ലാം മനോഹരമായ സിനിമകളാണ് തമ്പി ആൻ്റണി നമുക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷേ എനിക്ക് പറയാൻ തോന്നുന്നത് ഇത്രയേറെ, ഇപ്പോൾ തമ്പിച്ചേട്ടനെ കഴിഞ്ഞ ഒരു 12 വർഷത്തോളമായി അറിയുന്ന ഒരാളെന്നുള്ള രീതിയിൽ പറയാൻ തോന്നുന്നത്, ഇങ്ങനെ ഒരു കാൽപ്പനികമായ മനസ്സുള്ള ഒരു പ്രൊഡ്യൂസർ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ വേറെ ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം വേറെ ആരെങ്കിലും പറയുമോ ഈ വഴിയിലെ പൂക്കളുടെ സൗന്ദര്യം, പൂക്കൾ വരുമ്പോൾ ഈ മലകളുടെ സ്വഭാവം എങ്ങനെയായിരിക്കും മാറുന്നത് എന്നൊക്കെ ഈ ചിന്തിക്കുന്നത്? അങ്ങനെ ഒരു കാൽപ്പനികമായ മനസ്സുള്ളത് കൊണ്ടാണ് അങ്ങനെയൊക്കെ ചിന്തിക്കാനും പറയാനും ഒക്കെ സാധിക്കുന്നത്. കാൽപ്പനിക മനസ്സുള്ള ഒരാളുടെ കൂടെ ഉള്ളപ്പോൾ നമുക്കത് പറഞ്ഞാൽ മനസ്സിലാകുന്നയാള് സോഹൻലാൽ ഒരു എഴുത്തുകാരനും സംവിധായകനും ഒക്കെയാണ്. അങ്ങനെയുള്ളവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് ആ രീതിയിൽ വേണമല്ലോ. അല്ലാത്തവർ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ 2 കാൽപ്പനിക മനസ്സുള്ളവരൊന്നിച്ച് മലയിടുക്കുകളിൽ കൂടെ ലോസ് ഏഞ്ചൽസിലേക്കുള്ള യാത്രയിലാണ്. ആണ്, അതിൻ്റെ 210 ആണ്. അതെ, 210 ഈസ്റ്റ് ഫസ്റ്റ് ആയിട്ട് ഇതാണ്. അപ്പോൾ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് കയറട്ടെ അല്ലേ? ഞങ്ങളുടെ ഈ യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 6 hours ആകുന്നുവെങ്കിലും ഈ യാത്രയുടെ ഒരു വിരസത അല്പം പോലും തോന്നിയിട്ടില്ലായിരുന്നു കേട്ടോ. ഒന്ന് ഈ തമ്പിച്ചേട്ടൻ കൂടെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. ഈ ഒരേ താല്പര്യമുള്ള വിഷയങ്ങൾ സംസാരിക്കുന്നു എന്നുള്ളതൊരു പ്രധാന കാരണമായിരിക്കും. പിന്നെ ഡെഫിനറ്റ്ലി നിങ്ങൾ കൂടെ ഉണ്ട്, നിങ്ങളോട് സംസാരിക്കുകയാണല്ലോ. പിന്നെ ഇടയ്ക്ക് കുറേ സമയം ഡ്രൈവ് ചെയ്തപ്പോൾ ശ്രദ്ധ മുഴുവൻ അതിൽ പോയി. അപ്പോൾ അതൊരു ഈ 6 മണിക്കൂറിൽ കുറച്ച് സമയം ഞാൻ ഡ്രൈവ് ചെയ്തു. ബാക്കി സമയത്തൊക്കെ തമ്പിച്ചേട്ടൻ തന്നെയാണ് ഡ്രൈവ് ചെയ്തത്. എനിവേ വളരെ രസമുള്ള ഒരു യാത്രയായിരുന്നു. തമ്പിച്ചേട്ടൻ ആക്ച്വലി ഈ വഴിയിൽ കുറച്ചുകൂടി ട്രാഫിക് പ്രതീക്ഷിച്ചിരുന്നു.
ഇപ്പോൾ ഇവിടെ ഇരുന്ന് പറയുമായിരുന്നു സർപ്രൈസിംഗ്ലി ദർ ഇസ് നോ ട്രാഫിക് എന്നൊക്കെ പറഞ്ഞാൽ അതിൽ തമ്മിച്ചേട്ടൊരു ചെറിയ നിരാശയുണ്ടോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി ഈ ട്രാഫിക് ഇല്ലാത്തത്. ആൾക്കാർ വരുമ്പോൾ എല്ലാം ട്രാഫിക്കൊക്കെ പോലീസുകാർ പറഞ്ഞ് മാറ്റിക്കാണ്. അതെ അതെ ആൾക്കാരെ കാണാൻ അതെ അതെ. അല്ല, സ്പീൽബർഗിനെയും ജെയിംസ് കാമറൂണിനെയും കാണാൻ വരുന്നു എന്നുള്ളതല്ല, തമ്പി ആന്റണി വരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതല്ലേ, നമ്മളെപ്പോഴും ഈ ഒരാളെ കാണാൻ വരുന്നത് കൊണ്ടല്ലല്ലോ, ആര് കാണാൻ വരുന്നു എന്നുള്ളതല്ലേ പ്രധാനം. ട്രാഫിക്കൊക്കെ അവർ സ്റ്റോപ്പ് ചെയ്ത് നമുക്ക് വേണ്ടി സുഗമമാക്കി. അതെ, നമുക്കിതിന്റെ തമ്മനയിൽ ആക്ച്വലി ആദ്യം നമുക്കൊരു പൊട്ടുകുറ്റിയും അതിങ്ങനെ തള്ളുന്ന ഒരു പടമായിരിക്കണം. ലോസ് ഏഞ്ചൽസും നമ്മുടെ സാൻ ഫ്രാൻസിസ്കോ ഒക്കെ. പിന്നെ അതെ അതെ അതെ, സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് ലോസ് ഏഞ്ചൽസിലേക്ക് ഒരു പൊട്ടുകുറ്റി. ജെയിംസ് കാമറൂൺ കുറഞ്ഞ ഒരു പരിപാടി. എന്റെ കൂടെ അഭിനയിച്ച ഒരു ആക്ടറുണ്ട് ഇവിടെ, ക്രിസ് ഹാംസ്വർത്ത്. കാഷില് അദ്ദേഹം ഇപ്പൊ ഇവിടെ ഇല്ല, ഓസ്ട്രേലിയയില്ല. അദ്ദേഹത്തെ ഒന്ന് കണ്ടിട്ട് പോകാൻ. അദ്ദേഹം ഓസ്ട്രേലിയക്ക് മാറി ഞാൻ അറിഞ്ഞത്. ക്രിസ് ഹാംസ്വർത്ത്. പിന്നെ ഷോൺ ബീൻ ഉണ്ട്, അദ്ദേഹം ഇവിടെ ഇല്ല. അദ്ദേഹം പിന്നെ ഈസ് എ ബ്രിട്ടീഷ് സ്കോട്ടിഷ് ആക്ടറാണ്. പക്ഷേ ഈസ് എൻ ഹോളിവുഡ്. ഷോൺ ബീൻ ഈസ് എ ഫേമസ് ആക്ടർ. പറയാൻ പറ്റില്ല, ഞങ്ങൾ ഭാവിയിൽ ഒരു ഹോളിവുഡ് സിനിമ ചെയ്തുകൂടാ എന്നൊന്നുമില്ല. കാറുകളല്ലേ നമ്മൾ കാണുന്നത്. അതിന് കാരണം അത്ര സ്പേഷ്യസ് ആണ് ഇവിടുത്തെ വഴികൾ, ഇവിടുത്തെ റോഡുകൾ എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. അത്തരം വലിയ കാറുകൾക്കും ഒക്കെ ഇവിടെ ഒരു സ്പേസ് ഉണ്ടായത്. നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും ചെറിയ കാറുകൾക്ക് മാർക്കറ്റ് കൂടുന്നതിന്റെ കാരണവും അത് തന്നെയാണ്. കാരണം നമ്മുടെ റോഡുകൾക്ക് വീതി കുറവാണ്, അല്ലെങ്കിൽ വീതിയുള്ള റോഡുകളിൽ പോലും അത്രയേറെ നമ്പർ ഓഫ് വെഹിക്കിൾസ് അത്രത്തോളം കൂടുതലുമാണ്. അപ്പോൾ എന്തിനും ഏതിനും ഒരു കാരണമുണ്ട് സുഹൃത്തുക്കളെ. എല്ലാത്തിനും ഒരു സമയമുള്ള പോലെ തന്നെ എന്തിനും ഏതിനും ഒരു കാരണമുണ്ട്. മോഹൻലാലിലൂടെ വരാനും എൻ്റെ കൂടെ ഈ കാലിലിരിക്കാനും ബോളിവുഡിലേക്ക് വരാനൊക്കെ എന്തോ ഒരു കാരണം ഉണ്ടാവും. എല്ലാത്തിനും ഒരു സമയമുണ്ട് സോഹനെ.